Accountancy Chapter 1 Preparation of Income and Expenditure Account and Balance Sheet 21 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 21ൻ്റെ സൊല്യൂഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോട്ട്ബുക്കിൽ എഴുതേണ്ടത് സൊല്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 21 എന്നാണ്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കാം. അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ കറൻറ്റ് ഇയർ ഏതാണ്, ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ളതെന്നുള്ളത് ടിക്ക് ഇടാം. തുടർന്ന് ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഞാൻ പറയുന്ന അതേ സ്റ്റെപ്പ് വൈസിൽ തന്നെയായിരിക്കണം നിങ്ങൾ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കറൻറ്റ് ഇയർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതാണ് കറൻറ്റ് ഇയർ എന്ന് പറയുന്നത്? 31 ഡിസംബർ 2012 റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ ഏതായിരിക്കും? 1 ജാനുവരി 2012 ടു 31 ഡിസംബർ 2012. ഓപ്പണിംഗ് ഡേറ്റ് 1 ജാനുവരി 2012, ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ 2012. ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നത്? സബ്സ്ക്രിപ്ഷൻ, സാലറി, റെൻറ്റ്, ഡൊണേഷൻ. ഇങ്ങനെ 4 ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിരിക്കുന്നത്. ആ 4 നിങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്കിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2 ബാലൻസ് ഷീറ്റാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് വൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. എപ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ മാത്രം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഏത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നേരത്തെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളിവിടെ എന്ത് വരച്ചിരിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരയ്ക്കേണ്ടത്: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റും വരയ്ക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റേർഡ് 31 ഡിസംബർ 2012. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1 ജാനുവരി 2012. അതിന് താഴെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2012. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, സർപ്ലസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചു, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചു. ലാസ്റ്റ് നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ സെപ്പറേറ്റായിട്ട് ചെയ്യണമെന്നില്ല. 3 സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ച് വരച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഓരോ ഐറ്റം വായിക്കുന്ന സമയത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത് അവിടെ എഴുതാം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അല്ലാതെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരുമിച്ച് വരയ്ക്കുക. ഓരോ ഐറ്റം വായിക്കുമ്പോൾ അതാത് സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ഒന്നും വരില്ല. എല്ലാം കൃത്യമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ 3 സ്റ്റേറ്റ്മെൻറ്റും വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ഐറ്റം വായിച്ച് നോക്കി അതാത് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടിയും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മുൻപ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിനേക്കാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ പുതിയതായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് ഡേറ്റിലായിരിക്കും? 1 ജാനുവരി 2012. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എൻഡ് ചെയ്യുന്നതോ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്.
അപ്പോൾ അത് ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് ഏതായിരിക്കും? 31 December 2012. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, അതായത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒഴികെ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എന്തായിരിക്കും? കറൻറ്റ് ഇയറിൽ നടന്നിട്ടുള്ള ക്യാഷ് റെസീപ്റ്റ്സുകളും ക്യാഷ് പേയ്മെൻറ്റ്സുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും, റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് എല്ലാം എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് എല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതണം. ഇനി ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കറൻറ്റ് ഇയറിൽ, അതായത് ഈ വർഷം വാങ്ങിയതും കൊടുത്തതായിട്ടുള്ള എമൗണ്ടുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം? കഴിഞ്ഞ വർഷം കിട്ടാതിരുന്ന എമൗണ്ടുകൾ ഈ വർഷം മേടിച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷം കൊടുക്കാതിരുന്ന, അതായത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന എമൗണ്ടും ഈ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരിക്കാം, കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ റെസീപ്റ്റ്സിലും പേയ്മെൻറ്റ്സിലും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? കറൻറ്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും സക്സീഡിങ് പീരീഡിലെയും റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പ്രീവിയസ് ഇയറിലെയും സക്സീഡിങ് പീരീഡിലെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഇൻഫോർമേഷൻസ് എവിടെയായിരിക്കുന്നുണ്ടായിരിക്കാം? അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറൻറ്റ് ഇയറിലെ എമൗണ്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവൂ. അതിൽ പ്രീവിയസ് ഇയറിലെയോ സക്സീഡിങ് പീരീഡിലെയോ എമൗണ്ടുകൾ ഇൻക്ലൂഡ് ചെയ്തതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടുകളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുള്ള അസറ്റ്സും ലയബിലിറ്റീസ് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലോ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ തന്നത് മാത്രമല്ല, ചില ഐറ്റംസ് കറൻറ്റ് ഇയറിൽ പർച്ചേസ് ചെയ്തതായിട്ട് നമുക്കിവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ടായിരിക്കും. അതും കൂടി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലോസിംഗ് ഡേറ്റിൽ തന്നത് മാത്രം പോരാ, കറൻറ്റ് ഇയറിൽ പുതിയതായിട്ട് എന്തെങ്കിലും അസറ്റ്സോ ലയബിലിറ്റീസോ ഉണ്ടെങ്കിൽ അതെവിടെ ഉണ്ടായിരിക്കും? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതും കൂടി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യണം. ഇനി നമുക്ക് ഓരോ ഐറ്റംസായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിലെ റവന്യൂ നേച്ചറിൽ വരുന്ന റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും മാത്രമേ എടുക്കാവൂ. പ്രീവിയസ് ഇയറിലെയും സക്സീഡിങ് പീരീഡിലുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസാണ്. അതെവിടെ തന്നിട്ടുണ്ടായിരിക്കും? നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസ് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള കറൻറ്റ് ഇയറിൽ നടന്നിട്ടുള്ള ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസും എഴുതിയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും വരച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിനെ കുറിച്ചുള്ളതാണ്? സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതേക്കണമെന്ന് നോക്കി നോക്കാം. ആദ്യം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ നോക്കാം. എത്രയാണ് കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ₹5,500. നമുക്കത് എവിടെ എഴുതാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇന്നർ കോളത്തിൽ എഴുതി സബ്സ്ക്രിപ്ഷൻ 5,500. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് 31 December 2012 amounted to ₹500. ഇവിടെ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ പ്രീവിയസ് ഇയറിലെയാണോ കറൻറ്റ് ഇയറിലെയാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം?
ഏത് ഡേറ്റിലാണ് തന്നിരിക്കുന്നത്? 31 ഡിസംബർ 2012 തന്നിരിക്കുന്നത്. അതായത് കറൻറ്റ് ഇയറിലെ ലാസ്റ്റ് ഡേറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ വർഷം റിസീവ് ചെയ്യാത്ത സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ്? 500 ആണ്. അപ്പോൾ നമ്മൾ ഈ വർഷം കളക്ട് ചെയ്തത് എത്രയായിരുന്നു? 5500 ആയിരുന്നു. പക്ഷെ ഇവിടെ പറയണത് എന്താ? 500 രൂപയും കൂടി അവർക്ക് കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഈ 500 രൂപ 5500 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കറൻറ്റ് ഇയറിലെ എല്ലാ എമൗണ്ടുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 500. ഇനി നമുക്കറിയാം, ഇത് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടാനുള്ള ഇൻകം ആണ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. അപ്പോൾ കിട്ടാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും? അസറ്റ്സ് ആണോ ലയബിലിറ്റീസ് ആണോ? അസറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതെവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി നമ്മുടെ സംശയം ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണെന്നുള്ളതാണ്. ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതുക. കാരണം ഈ വർഷം കളക്ട് ചെയ്ത് കിട്ടാനുള്ള എമൗണ്ടാണ്. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ കാരണം കൊണ്ട്, അതായത് ക്ലോസിംഗ് ഡേറ്റിൽ തന്ന എമൗണ്ട് ആയ കാരണം കൊണ്ട് ഏത് ബാലൻസ് ഷീറ്റിലാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. അത് കിട്ടാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് അസറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ നമ്മളത് അവിടെ എഴുതി. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 500. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് 31 ഡിസംബർ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. അതോടൊപ്പം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ് ഇൻക്ലൂഡ് ₹200 ഫോർ 2013. അതായത് നമ്മൾ കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ്? 5500 ആണ്. അതിൽ എത്ര ഇൻക്ലൂഡ് ചെയ്യുന്ന? 2013ലേക്ക് വേണ്ടി അഡ്വാൻസായിട്ട് ഈ വർഷം മേടിച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 200. അത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? 5500 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കറൻറ്റ് ഇയറിൽ മാത്രമേ എടുക്കാവൂ. മുൻ വർഷങ്ങളിലെ വരാൻ പോകുന്ന വർഷങ്ങളിലെ ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 200 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ നമ്മൾ എഴുതി ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2013 200. ഇനി അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതുന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതെല്ലാം ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ എമൗണ്ട് അഡ്വാൻസായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളതാണ്. ഏത് ക്ലോസിംഗ് ആണോ ഓപ്പണിംഗ് ആണോ എന്നുള്ളതാണ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ അസറ്റ്സ് ലയബിലിറ്റീസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. ഈ വർഷത്തെ അസറ്റ്സ് ലയബിലിറ്റീസ് എവിടെ എഴുതിയിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. ഈ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരിക്കുന്നത് ഏത് വർഷമാണ്? ഈ വർഷമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലയബിലിറ്റി വന്നത് ഏത് വർഷം? ഈ വർഷമല്ലേ. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 200. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതിയപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ബാലൻസ് ഷീറ്റിൽ എഴുതിയപ്പോഴായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ? ഒന്നുകൂടി പറയാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് 31 ഡിസംബർ 2012 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആണ്, കിട്ടാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതെവിടെ എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതാം? കറൻറ്റ് ഇയറിലെ ക്ലോസിംഗിൽ തന്ന കാരണം കൊണ്ട് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻക്ലൂഡ് ₹200 ഫോർ 2013. അഡ്വാൻസായിട്ട് മേടിച്ചിരിക്കുന്നതാണ്. അഡ്വാൻസായിട്ട് മേടിക്കുന്നതെല്ലാം എന്താണ്? ലയബിലിറ്റി ആണ്. ഇനി അത് ഏത് വർഷത്തെ ലയബിലിറ്റി ആണെന്നുള്ളതാണ്. കറൻറ്റ് ഇയറിലാണ് നമ്മൾ അഡ്വാൻസായിട്ട് മേടിച്ചിട്ടുള്ളത്.
അപ്പോൾ കറൻറ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ എഴുതാം. കറൻറ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ 500, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ 200. ഈ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? സാലറീസ്. സാലറീസ് ₹800. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കണമെന്ന് നോക്കാം. സാലറീസ് അൺപെയ്ഡ് അറ്റ് 1st January 2012 150. അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാത്തത്. ഏത് ഡേറ്റിലാണ് കൊടുക്കാത്തത്? 1st January 2012. അപ്പോൾ അത് ഓപ്പണിങ്ങിലല്ലേ കൊടുക്കാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്നതായതുകൊണ്ട് അത് ഏത് വർഷത്തെ ആയിരിക്കും? കഴിഞ്ഞ വർഷം കൊടുക്കാത്ത എമൗണ്ടാണ്. അപ്പോൾ അവർ ഈ വർഷം എന്ത് ചെയ്തു? ഈ വർഷം സാലറി കൊടുത്തപ്പോൾ കഴിഞ്ഞ വർഷം കൊടുക്കാണ്ടിരുന്ന എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇത് ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സാലറി ഇന്നർ കോളത്തിൽ 800 ലെസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 150. അതായത് ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ കൊടുക്കാത്ത എമൗണ്ട് ആയിരുന്നു, അത് ഈ വർഷം കൊടുത്തു. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി എന്ന് പറയാൻ എന്താ കാരണം? കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലായിരിക്കണം? ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓൺ 1st January 2012 150. ഇനി നെക്സ്റ്റ് വൺ, അറ്റ് 31st December 2012 100. അതായത് സാലറീസ് അൺപെയ്ഡ് അറ്റ് 31st December 2012 100. അതായത് 31st Decemberൽ കൊടുക്കാത്ത സാലറി ഉണ്ട്. എത്ര രൂപ കൂടി കൊടുക്കാനുണ്ട്? 100 rupees കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഈ വർഷത്തെ കൊടുക്കാനുള്ള എമൗണ്ട് അല്ലേ, നമ്മൾ ക്യാഷായിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും ഈ വർഷം കൊടുക്കാനുള്ള എമൗണ്ട് ആയ കാരണം കൊണ്ട് അത് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ മേടിച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ടോട്ടൽ സാലറി എത്രയാണ്? 800 ആണ്. ഇനി എത്രയും കൂടി കൊടുക്കാനുണ്ട്? 100 കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്? ക്ലോസിംഗ് ഡേറ്റിലല്ലേ തന്നിരിക്കുന്നത്, അത് ഈ വർഷത്തെ അല്ലേ. അപ്പോൾ ഏതായിരിക്കും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 100. ഇനി അത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇത് ഏത് വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആണ്? കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലേ, അതും ക്ലോസിംഗ് ഡേറ്റിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓൺ 31st December 2012 100. ഓപ്പണിങ്ങിൽ തന്നിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ത് ചെയ്തു? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി. ക്ലോസിങ്ങിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? റെൻറ്റ്. Rent was prepaid to the extent of ₹75 at 31st December 2012. റെൻറ്റ് ഈ വർഷം കൊടുത്ത റെൻറ്റ് എത്രയാണ്? 900 ആണ്. അപ്പോൾ നമുക്കവിടെ എഴുതാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെൻറ്റ് 900. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി നോക്കാം. റെൻറ്റ് വാസ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. എത്ര രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹75. എത്ര രൂപ വരെ? 75 രൂപയാണ് അവർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് ഡേറ്റിലാണ്? 31st December 2012. അപ്പോൾ ഏത് വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? 2013 വേണ്ടിയിട്ടാണ്. അപ്പോൾ വരാൻ പോകുന്ന വർഷത്തേക്കുള്ള എമൗണ്ട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പ്രീപെയ്ഡ് റെൻറ്റ് എന്താ ചെയ്യുക? ലെസ് ചെയ്യുക. ഇവിടെ ലെസ് പ്രീപെയ്ഡ് റെൻറ്റ് 75. അപ്പോൾ ഔട്ടർ കോളത്തിൽ 825. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഫോർമുല ഉണ്ട്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക, അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക, ക്ലോസിംഗ് പ്രീപെയ്ഡ് ലെസ് ചെയ്യുക, ഓപ്പണിംഗ് പ്രീപെയ്ഡ് ആഡ് ചെയ്യുക. ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതേക്കണമെന്ന് നോക്കാം.
എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ഡേറ്റിലാണ് തന്നിരിക്കുന്നത്? 31 ഡിസംബർ 2012 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വർഷത്തെ ബാലൻസ് ഷീറ്റിലായിരിക്കും? ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ്, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതുക. ഇനി ഏത് സൈഡിലാണ് എഴുതുന്നത്? പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്പെൻസസ് ആണ്. അപ്പോൾ അത് ഏത് സൈഡിലായിരിക്കും? അസറ്റ് സൈഡിലായിരിക്കും. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് റെൻറ്റ് 75. ഇനി നെക്സ്റ്റ് വൺ, 1/2 ഓഫ് ദ ഡൊണേഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. എത്രയാണ് ഈ വർഷം മേടിച്ചിട്ടുള്ള ഡൊണേഷൻ? 650. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലൈസ് ചെയ്യാൻ. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറൊക്കെ ഉള്ള എത്ര കാണിക്കണം? ഹാഫ് ആയിരിക്കണം കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 650 ഇൻറ്റു 1/2 എത്ര കിട്ടും? 325. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ ഡൊണേഷൻ 325. ഇൻകം സൈഡിൽ ഡൊണേഷൻ 325. ഇനി ഹാഫ് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് നോക്കാം. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ സംശയം ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നുള്ളതാണ്. ഇത് കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ള ഡൊണേഷനാണ്. അതിൻ്റെ ഹാഫാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് വർഷത്തെ ബാലൻസ് ഷീറ്റിൽ എഴുതണം? കറൻറ്റ് ഇയറിലെ, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എഴുതാം. അപ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴല്ലേ അത് കിട്ടുള്ളൂ. അതിൻ്റെ ബാലൻസ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാം. പിന്നെ നമുക്കറിയാം സർപ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? ആഡ് ഡൊണേഷൻ 325. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ അത് കറൻറ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റിലാണ്, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. കറൻറ്റ് ഇയർ എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഈ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇയറിലെ റിസിപ്റ്റ്സും പേയ്മെൻറ്റ്സിലാണല്ലോ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അത് കറൻറ്റ് ഇയറിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള 4 അഡ്ജസ്റ്റ്മെൻറ്റുകളിലും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഓപ്പണിങ്ങിൽ തന്നിട്ടുള്ള ബാലൻസുകളെല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി, ക്ലോസിങ്ങിൽ തന്നിട്ടുള്ള ബാലൻസുകളെല്ലാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതി. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിൽ തന്നിട്ടുള്ള ബാലൻസുകൾ ഏതൊക്കെയായിരുന്നു? ഇവിടെ ആകെ കൂടി ഒരൈറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? സാലറീസ് അൺപെയ്ഡ് അറ്റ് 1 ജനുവരി 2012 150. അതാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന ബാക്കിയുള്ള ഐറ്റംസ് ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. ആദ്യം റെസിപ്റ്റ് സൈഡ് എടുക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഏതാണ്? ബാലൻസ് ബ്രോ ഡൗൺ ആണ്. അതേതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് എവിടെ എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ്. ഏത് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്? ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 2500. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ഡൊണേഷനാണ്. അത് കഴിഞ്ഞു. ഇനി പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. സാലറി കഴിഞ്ഞു, റെൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം റവന്യൂ നേച്ചറാണ്. സ്റ്റേഷനറി റവന്യൂ നേച്ചറാണ്. അത് രണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? അസറ്റ്സ് ആണ്. അപ്പോൾ അതെവിടെ എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ്. ഏത് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. കാരണം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നതെല്ലാം കറൻറ്റ് ഇയറിലെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കറൻറ്റ് ഇയറിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് കറൻറ്റ് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ എഴുതാം. അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4000. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4000. നെക്സ്റ്റ് വൺ സൺട്രി എക്സ്പെൻസസ് 350. റവന്യൂ നേച്ചറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റവന്യൂ നേച്ചറിൽ വരുന്ന ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസസ്. നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റേജ്, സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസസ്. ഇനി അടുത്ത ഏതാണ്? ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇതേതാണ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അതെവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഏത് ബാലൻസ് ഷീറ്റിലാണ്? ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്
1650, ക്യാഷ് അറ്റ് ബാങ്ക് 710. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ചെയ്യാം. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇൻകം സൈഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ സർപ്ലസ് ആയിരിക്കും. എത്രയാണ് സർപ്ലസ് കിട്ടുന്നത്? 3960. അപ്പോൾ അവിടെ സർപ്ലസ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണമെങ്കിൽ എന്താ അറിയേണ്ടത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 2 ഐറ്റം ഉണ്ടായിരുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി on 1st January 2012 150, ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് 2500. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ അസറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്? 2350. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 2350, ആഡ് സർപ്ലസ് 3960. പിന്നെ ഡൊണേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു 325. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് 6635. ഈ എമൗണ്ടിനെ എന്താ വിളിക്കുക? ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് പറയുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി സർപ്ലസ് ആഡ് ചെയ്തു, ഡൊണേഷൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ടിന് എന്ത് പറയും? ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അടുത്ത വർഷത്തേക്ക് ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാണെന്നൊക്കെ എഴുതി അസറ്റ്സ് ലയബിലിറ്റീസും ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ എത്ര കിട്ടി? 6935. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന എല്ലാ ബാലൻസുകളും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. എന്തിനു വേണ്ടിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗിൽ തന്നിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ഈ വർഷത്തെ സർപ്ലസ് ആഡ് ചെയ്യുക. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ 1-2 പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കാം. താങ്ക് യു.